ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ പ്രീ ബ്രൈഡൽ സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ റുട്ടീൻ അല്ലെങ്കിൽ ഒരു പാമ്പർ റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇത് എൻ്റെ ഓൺ ബ്രൈഡൽ ഞാൻ ചെയ്യുന്ന, എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ നമുക്ക് നമ്മുടെ പ്രീ ബ്രൈഡൽ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പം എൻ്റെ സ്കിൻ ടൈപ്പും ബോഡി ടൈപ്പും അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഏതെങ്കിലും പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സജസ്റ്റ് ചെയ്യണത്. മറ്റുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് തരാം. സോ എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. അപ്പം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഒരു പ്രോഡക്റ്റും ഒറ്റ ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടൂല. കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള യൂസിലാണ് റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഫുൾ ടാൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അതിലാദ്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, എല്ലാ മനുഷ്യർക്കും ബോഡിയിൽ സൺ ടാൻ ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അത് അയ്യോ സൺ ടാനോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ സ്പെഷ്യൽ ഡേ അന്ന് നമ്മൾ കുറച്ച് ബോഡിയൊക്കെ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കുക, കെയർ ചെയ്യുക. അതുവരെയും കെയർ ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്പെഷ്യൽ ഡേയ്സിനൊക്കെ കെയർ ചെയ്യും. ബിക്കോസ് അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്കുണ്ട് ഗൈസ്, എൻ്റെ മീനാക്ഷി. കാരണം അവൾ അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ അവളെ കല്യാണം ആയപ്പോഴത്തേക്ക് അവൾ സ്കിൻ കെയർ ചെയ്യും. അവൾ ലൈക്ക് കുറച്ച് ആ ഒരു ശ്രദ്ധ നമ്മൾ പറയില്ല, ആ ഒരു സംഭവം കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണം, ആദ്യം എല്ലാവർക്കും ഒരു സൺടാനൊക്കെ ഉണ്ടാകും. സൺടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന എണ്ണയെക്കാളും ഞാൻ മുന്നേ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു പരിപാടിയാണ് നമ്മുടെ എണ്ണ നമ്മുടെ ഉരുക്കെണ്ണയാണ്. അതായത് തേങ്ങാപ്പാൽ എടുത്ത് കാച്ചി കുറുക്കി എടുത്ത സാധനം, ആ എണ്ണയിലോട്ട് നമ്മുടെ ഈ ഇരട്ടി മധുരം ഉണ്ടെങ്കിൽ ഇരട്ടി മധുരത്തിന്റെ പൊടിയേക്കാളും പീസ് വാങ്ങാൻ കിട്ടും, ഫ്രഷ് പീസ് വാങ്ങാൻ കിട്ടും. അത് മഞ്ചിഷ്ടയുടെ കഷ്ണം ആൻഡ് ഓൾസോ നമ്മുടെ ഈ ഒരു കസ്തൂരി മഞ്ഞൾ. അത് കസ്തൂരി മഞ്ഞളിന്റെ കട്ടയ്ക്കേക്കാളും നല്ലത്, അതായത് ആ ഹാർഡ് പാർട്ടിനേക്കാളും നല്ലത് പ്യുവറായിട്ട് കിട്ടണത് എടുത്ത് കഴുകി തോലെടുത്ത് കളഞ്ഞ് അരച്ചെടുത്തിട്ട് അത് എണ്ണയിലിട്ട് തിളപ്പിച്ചെടുത്ത ആ ഒരു എണ്ണയാണ് ബെസ്റ്റ്. എനിക്ക് സൺടാൻ എണ്ണ സീരിയസ്ലി എന്നെ അത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സൺടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സാധനം. പക്ഷേ അതിപ്പം മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, മഞ്ചിഷ്ടയുടെ പീസ് കിട്ടാല്ല. മുമ്പൊക്കെ കിട്ടുമായിരുന്നു, ഇപ്പം മഞ്ചിഷ്ടയുടെ പീസേ കിട്ടാറില്ല. ആൻഡ് കസ്തൂരി മഞ്ഞൾ ഞങ്ങൾ എവിടെ ഇപ്പം ഇല്ല. മുന്നൊക്കെ ആയിരുന്നെങ്കിൽ വേറെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അയൽവക്കത്തെ അവിടെ എവിടെയൊക്കെ വീട്ടിലുണ്ട്. പക്ഷെ ഇപ്പം ഇവിടെ ഒന്നും ഇല്ല, കിട്ടാനില്ല. സോ അതുകൊണ്ട് ഐ സ്വിച്ച് ടു നാൽപ്പാമരാതി തൈലം. അതും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അത് ബെസ്റ്റ് ആണ് കേട്ടോ. സൺടാൻ നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും പോകണം, നല്ല രീതിക്ക് വെയിലുള്ളതെന്ന് വിചാരിച്ചോ, ഒരു അരമണിക്കൂർ, ഒരു 20 മിനിറ്റ് ബോഡി കെയറിന് വെച്ചേക്കുക. വേറെ ഒന്നുമല്ല, മാക്സിമം ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നല്ലപോലെ എണ്ണ തേച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ടാനുള്ള ഭാഗം, കൈ, കാല്, മുട്ട്, എവിടെയെന്ന് വെച്ച് ഞാൻ മുഖത്ത് തേക്കാറില്ല. കാരണം മുഖത്ത് എനിക്ക് അത്ര സ്യൂട്ടബിൾ അല്ല. മേ ബി ആക്നെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് മുന്നേക്ക് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഞാൻ മുഖത്തൊക്കെ ഇടുമ്പോൾ എനിക്ക് നല്ല ഇതാണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഉണ്ടാക്കണ എണ്ണ എനിക്ക് കുഴപ്പമില്ല. മറ്റേത് ഞാൻ മുഖത്ത് അങ്ങനെ ഇടാറില്ല. പക്ഷെ ദേഹത്ത് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ ഒരു കുളി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ സൺടാൻ ആയതിൻ്റെ ഒരു ഇതുപോലും ഉണ്ടാവില്ല, ഒരു ട്രേസസ് പോലും ഉണ്ടാവാത്ത രീതിക്ക് സ്കിന്ന് നന്നായിട്ടിരിക്കും. ആൻഡ് പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതിന് ശേഷം നിങ്ങൾ എണ്ണ തേച്ച് കുളിച്ചതിന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യാൻ പോണ ഷാമ്പൂ അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഷാമ്പൂ, ബോഡി വാഷോ, വാട്ട് എവർ സോപ്പ് എന്ന് പറയുന്നത് വളരെ മൈൽഡായിട്ടുള്ളതായിരിക്കണം. ഞാൻ വളരെ മൈൽഡായിട്ടുള്ള ഒരു ബേബി സോപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ അത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. വളരെ മൈൽഡായിട്ടുള്ള ഒരു ബോഡി സോപ്പ് നിങ്ങൾ കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗം ഇല്ലാതായിപ്പോൾ, കാരണം അതെല്ലാം അതെടുത്തോണ്ട് പോകും. മേ ബി pH-ന്റെ ഒക്കെ ഡിഫറൻസ് ആണ് ഒരു ഇത് വരും. അപ്പം അതിനേക്കാളും നല്ലത് ഒരു മൈൽഡ് ആയിട്ടുള്ള സോപ്പ്, എസ്പെഷ്യലി ബേബി സോപ്പൊക്കെ കിട്ടുമെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. ആ സോപ്പിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്കിന്ന് ബെറ്റർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സോ അതാണ് ഫസ്റ്റ് ടിപ്പ്. നാൽപ്പാമരാതി തൈലം തേച്ച് കുളിക്കുക എന്നുള്ളത് ബെസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ മിക്കപ്പോഴും സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ എനിക്ക് സമയം കിട്ടാൻ, സൺഡേ എന്നല്ല, എനിക്കൊരു സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അരമണിക്കൂർ നന്നായിട്ട് തേച്ച് ദേഹത്തൊക്കെ തേച്ച് കുളിച്ചതിന് കുളിക്കും. നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഓഫ് കോഴ്സ് ബോഡിയിൽ ഇപ്പം ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഇല്ലെങ്കിൽ പുറത്താണ്, നിങ്ങൾക്ക് ഈ നാൽപ്പാമരാതി എണ്ണയ്ക്കൊന്നും ഒരു വകയില്ല, നിങ്ങളുടെ സൺടാൻ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 ബോഡി വാഷസ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ചെക്ക് ചെയ്ത് നോക്കുക. ഈ ബോഡി വാഷസ് എന്ന് പറയുന്നത് നമ്മുടെ ജെന്റിലി നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഒരു പ്രശ്നമുണ്ട്, ചിലതിനൊക്കെ ഭയങ്കരമായിട്ട് ബ്ലീച്ചിങ് ഏജൻസ് ആണ്. ഒറ്റ യൂസിലൊക്കെ ചിലതൊക്കെ നല്ലതാണ്, ഒറ്റ യൂസിൽ റിസൾട്ട് കിട്ടണതുണ്ട്. പക്ഷെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഗ്രാജുവലി ഭയങ്കര കെമിക്കൽ ഉള്ളതായിരിക്കും. ബ്ലീച്ച് ചെയ്ത് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവും, നമുക്ക് പുറത്തിറങ്ങിയാൽ പെട്ടെന്ന് ടാൻ ആവും, അല്ലെങ്കിൽ സ്കിന്ന് ഭയങ്കര റെഡിഷ് ആവും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരും. സോ അതുകൊണ്ട് എപ്പോഴും ഒരു നല്ലൊരു ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ഇത് വാങ്ങിച്ച് യൂസ് ചെയ്യുക, ബോഡി വാഷ് യൂസ് ചെയ്യുക. സൺ ടാൻ റിമൂവ് ചെയ്യുന്ന നല്ലൊരു ബോഡി വാഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതും ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത, അല്ലെന്നുണ്ടെങ്കിൽ ഹാർഷായിട്ടുള്ള ഗ്രാന്യൂൾസ് ഇല്ലാത്ത. ഞാൻ കുറച്ച് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബെറ്റർ ആയിട്ടുള്ളത്, ആ ഓപ്ഷൻസ് നിങ്ങൾ എടുക്കാം. കോഫി സ്ക്രബ് വരും, അപ്പോൾ അതൊക്കെ ദൊമക്ക് കോഫി വലിയ വലിയ പീസുകളായിരിക്കും. ഇതിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്നതോറും നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റ് ആകത്തേ ഉള്ളൂ, ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വീഴും. സോ അതുകൊണ്ട് ഭയങ്കര എക്സാമ്പിൾ ഒരു വാൾനട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെല്ലോ, എന്തെങ്കിലും അങ്ങനെ വാൾനട്ടിൻ്റെ ഷെല്ലോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വളരെ ചെറിയ മൈന്യൂട്ട് ഗ്രാന്യൂൾസ് ഉള്ള യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്കിൻ ഡാമേജ് ഇല്ലാതെ നിങ്ങൾക്ക് സൺ ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ബോഡി കെയറിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് വാക്സിങ്, ഷേവിങ്, അല്ലെന്നുണ്ടെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ നമ്മുടെ ഹെയർ റിമൂവലിന്. അൺവാണ്ടഡ് കയ്യിലോ കാലിലോ എവിടെ ആയിക്കോട്ടെ അൺവാണ്ടഡ് ഹെയർ റിമൂവൽസിന് സോ ദ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ലേസർ ട്രീറ്റ്മെൻ്റ് ആണ്. സോ ലേസർ ചെയ്യാൻ പറ്റില്ല എന്ന് ഓഫ് കോഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പറ്റി പിന്നെ ഒരിക്കൽ അഫോർഡ് ചെയ്യാം, നമുക്ക് ഇന്ന് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരിക്കൽ, അത്രേ ഉള്ളൂ. സോ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ബെസ്റ്റ് ഓപ്ഷൻ എനിക്ക് പറയാനുള്ളത് ഷേവിങ് ആണ്. എൻ്റെ ഒരു ഞാൻ പറയാം ഇല്ല, പക്ഷേ ഷേവിങ്ങിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് പിറ്റേന്ന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഒരു കുറ്റി വരും, ഒരു ചെറിയ നേർത്തൊരു ചെറിയ രോമം കയ്യിലോ കാലിലോ ഒക്കെ ഇങ്ങനെ ഒന്ന് ഉന്തി നിൽക്കണക്ക് നമുക്ക് തോന്നും. സോ വെഡ്ഡിങ് ഡേയുടെ അന്ന് പോവരുത്, തലേ ദിവസം പോവേ ചെയ്യരുത്. ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 3 to 4 days മുന്നെങ്കിലും വാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാക്സ് ചെയ്യുക. കാരണം നിങ്ങളിപ്പം വെഡ്ഡിങ് ഡേയുടെ അന്ന് അല്ലെന്നുണ്ടെങ്കിൽ അതിന് ശേഷമൊക്കെ നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്ലീവ്ലെസ് ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അണ്ടർ ആംസിലായിക്കോട്ടെ കയ്യിലോ കാലോ ഒക്കെ ഈ ഭയങ്കര കുറ്റിയായിട്ട് നിൽക്കുന്ന രോമം വൃത്തികേടാണ്. അപ്പം നമുക്ക് എന്തോ ചെയ്യാം, ലൈക്ക് വൃത്തികേടിനേക്കാളും ചിലർക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന വാക്സിങ് ആണ്. അപ്പോൾ ആ കുറ്റിയില്ല, കാരണം ഞാൻ വാക്സിങ് പണ്ടത്തോടെ ഞാൻ അതങ്ങ് നിർത്തിയതാണ്, എനിക്ക് പറ്റുള്ളൂ. കാരണം ആ ഒരു പെയിൻ എനിക്ക് ഇപ്പോഴും എനിക്ക് ഐ ക്യാൻ ഫീൽ ആ പെയിൻ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാക്സിങ് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ എൻഗേജ്മെൻ്റ് സമയത്ത് മീനു വാക്സ് ചെയ്തായിരുന്നു അണ്ടർ ആംസൊക്കെ. അപ്പം ഞാനിങ്ങനെ ഷോക്ക് വീഴൂ, ഇത്രയും നന്നായിട്ടൊക്കെ വാക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എൻ്റെത് മറ്റേ എങ്ങനത്തെ എങ്കോണേ 14 എന്നുള്ള വാക്സിങ് ആയിരുന്നു. സോ അന്ന് ആ വാക്സിൻ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ഉള്ളിൽ നിന്ന് ഹെയർ പോയിട്ട് ഭയങ്കര ക്ലീൻ ബേബി സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. സോ അതും ഒരു സജഷനാണ്. ഇല്ല വാക്സിനും ചെയ്യാൻ വയ്യ, ഈ ലൈക്ക് ലേസർ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഷേവിങ് തന്നെയാണ്. നല്ല ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുക, നല്ല ലൈക്ക് ഭയങ്കര ഡ്രൈ ആവാത്ത, അപ്പം ഇങ്ങനെ അൺവാണ്ടഡ് കട്ട്സ് വരുന്നത്, അതായത് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ മുറിയുന്ന ചില ബ്ലേഡുകൾ ടൈപ്പ് ഉണ്ട്. അപ്പം അതൊന്നുമില്ല, നല്ലൊരു ബ്രാൻഡ് ഉണ്ട്. നല്ലൊരു ബ്രാൻഡ് മീൻസ് ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒന്നുമല്ല, അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നല്ല കമ്പനിയുടെ സാധനം യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു സംഭവം നിൽക്കും. സോ ഇതാണ് എനിക്ക് മെയിനായിട്ട് ബോഡി കെയറിൽ പറയാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമലായിട്ടുള്ള സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ നോക്കുക. ഈ വെഡ്ഡിങ്ങിൻ്റെ 1 മാസം മുന്നെങ്കിലും മിനിമലായിട്ടുള്ള സ്കിൻ കെയർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഇപ്പോൾ ആൾക്കാർ ചെയ്യും, ലൈക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. നിങ്ങളിപ്പോൾ ഒരു സ്കിന്ന് ഓക്കെ ഭയങ്കര ആക്നെയാണ്, ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഭയങ്കര ആക്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കാണാം. അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ആക്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വിത്ത് ടാബ്ലറ്റ്സോ എന്തോ ആയിക്കോട്ടെ, ടാബ്ലറ്റ് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെന്തെങ്കിലും സിറം തരുമായിരിക്കും, സാലിസിലിക് ആസിഡ് നയസിനമൈഡ് സിറം ഒക്കെ തരും. ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമലായിട്ട് 1-2 ഗുരുവൊക്കെ അവിടെ എവിടെയൊക്കെ ഉള്ളൂ, അല്ല ലൈക്ക് നോർമൽ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഒരു നോർമൽ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുക. ഫേസ് വാഷ് ഓഫ് കോഴ്സ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് മുന്നേ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ സൺസ്ക്രീനോ ടിൻഡർ സൺസ്ക്രീനോ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങൾ യൂസ് ചെയ്യണ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഓയിൽ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് മുഖം നന്നായിട്ട് കഴുകിയിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓയിൽ ക്ലെൻസർ ആണ്, നന്നായിട്ട് മുഖം കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ ക്ലെൻസർ, ഇല്ലെങ്കിൽ വാട്ട് എവർ എന്തെങ്കിലും ഒരു മേക്കപ്പ് റിമൂവ് ഓയിൽ ക്ലെൻസർ തന്നെ വേണമെന്നില്ല. ഞാൻ എൻ്റെ സ്കിൻ ടൈപ്പിന് എപ്പോഴും ഞാൻ ഓയിൽ ക്ലെൻസറാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം എൻ്റെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായാലും എനിക്ക് കുറച്ച് മെൽറ്റ് ചെയ്ത് പോകുന്ന സാധനങ്ങളാണ് എനിക്കിഷ്ടം. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്.
സ്കിന്ന്, ഹെയറിൻ്റെ സ്കാൽപ്പ്, ബോഡി ഒക്കെ ഭയങ്കര ഡ്രൈ ആണ്. സോ അതുകൊണ്ട് അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ അതിനുശേഷം ഒരു ഫേസ് വാഷ് അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ്, നിങ്ങളുടെ ഏതാണോ സ്കിൻ ടൈപ്പ് അതിനനുസരിച്ചുള്ള ഫേസ് വാഷുകൾ നിങ്ങൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ, മസ്റ്റായിട്ടും നിങ്ങളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജിങ് ഫീൽ ചെയ്യും. കാരണം ഡ്രൈ ആവും തോറും ലൈൻസ്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ എടുത്ത് പ്രൊമിനൻ്റ് ആയിട്ട് കാണിക്കും. സോ ഒരു ഗുഡ് മോയ്സ്ചറൈസർ. നെക്സ്റ്റ് വന്നിട്ട് ഒരു സൺസ്ക്രീൻ ഇല്ലാതെ വെളിയിറങ്ങരുത്. ഇതുവരെ നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ടില്ല, പക്ഷേ 2-3 മാസം കഴിയുമ്പോൾ നിങ്ങളെ കല്യാണം, അല്ലെങ്കിൽ ഒരു 6 മാസത്തിൽ നിങ്ങളെ കല്യാണമാണെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നിങ്ങൾക്ക് നല്ലൊരു ടൈമുണ്ട്. അടുത്ത മാസമാണ് കല്യാണമെങ്കിൽ നിങ്ങൾക്കൊരു ടൈമുണ്ട്, 1 മാസത്തെ ടൈമെങ്കിലും ഉണ്ട്. അടുത്ത വർഷമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ഫോളോ ചെയ്ത് അത്ര റിസൾട്ട് കിട്ടും. നിങ്ങളൊരു സൺസ്ക്രീൻ ഫോളോ ചെയ്ത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കുടയും കൂടെ കൊണ്ടു കിടക്കുക. അത് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതാണ്. സോ അത് ഇത്രയും നിങ്ങൾ യൂസ് ചെയ്യണം. നെക്സ്റ്റ്, ഇനി നിങ്ങൾ എല്ലാവരും സ്കിൻ കെയർ ചെയ്യുമ്പം മെയിനായിട്ട് വിട്ടുപോണ ഒരു കാര്യമാണ് ലിപ്പിൻ്റെ പോർഷൻ എന്ന് പറയുന്നത്. ലിപ്പ് വീക്കിലിയോ 2 വീക്സ് കൂടുമ്പോഴോ ജസ്റ്റ് ഒരു സ്ക്രബ് വെച്ചിട്ട്, ഷുഗർ സ്ക്രബ് മതി, വലിയ സ്ക്രബ്സ് ഒന്നും വേണമെന്നില്ല, ജസ്റ്റ് ഒരു ഷുഗർ സ്ക്രബ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ലിപ് ബാം, നല്ലൊരു ലിപ് ബാം, മോർണിംഗ് SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യുക. ടിൻഡഡ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്, കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടേണ്ട ആവശ്യം വരില്ല. ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാം ഞാൻ കുറച്ച് കൊടുത്തേക്കാം. SPF നല്ല ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഞാൻ ലിസ്റ്റിൽ കൊടുത്തേക്കാം. നിങ്ങൾ നോക്കിയിട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുക. ഒരു ലിപ് സ്ക്രബ് യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ നല്ലൊരു കിടക്കാൻ നേരത്തെ ഒരു ലിപ് മാസ്ക് യൂസ് ചെയ്യുക. ലിപ് മാസ്ക് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര മാറ്റം കൊണ്ടുവരും. കാരണം എൻ്റെ ലിപ്സ് ഇങ്ങനെ വര വീണ ലിപ്സാണ്. പക്ഷെ ആ ലിപ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആക്കി തന്നത് ലിപ് മാസ്ക് ആണ്. കാരണം പിറ്റേ രാവിലെ എനിക്ക് ഭയങ്കര ഇങ്ങനെ ഇരിക്കൂലെങ്കിലും ഇങ്ങനെ പ്ലംബി ആയിട്ട് ഇരിക്കാൻ കാരണം ലിപ് മാസ്കുകളാണ്. സോ നല്ല ലിപ് മാസ്കുകൾ യൂസ് ചെയ്യാൻ നോക്കുക. ഈ ഫ്രാഗ്രൻസ് ഉള്ളത് തന്നെ വേണമെന്നില്ല, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള നല്ല ലിപ് മാസ്കുകൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ചുണ്ട് നന്നായിട്ടിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസിൽ പീൽ ചെയ്യാന്ന് പറയും. ആ പീലിംഗ് ചെയ്യുന്നത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചാണ്. ഇപ്പം ഞാനൊക്കെ എന്ന് പറയുന്നത് മന്ത്ലി 2 ടൈംസ് ആണ് പീൽ ചെയ്യുന്നത്. മന്ത്ലി 2 ടൈംസ്. ഓക്കെ, മേ ബി ഒരു മന്തിൻ്റെ മിഡ് പോർഷനിലും ഒന്ന് അവസാനത്തെ പോർഷൻ, അങ്ങനെയൊക്കെ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് എടുത്തിട്ടായിരിക്കും വേണം. അതായത് 1-ാം തീയതി പീൽ ചെയ്താൽ അടുത്ത 15-ാം തീയതി, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 1-ാം തീയതി, അങ്ങനത്തെ ഒരു 15-20 ദിവസത്തെ ഗ്യാപ്പ്. ചിലപ്പോൾ മന്ത്ലി ഒൺസേ ഞാൻ പീൽ ചെയ്യാറുള്ളൂ. പീലെന്ന് പറയുന്നത് നമ്മളെ ഇപ്പം മാർക്കറ്റിൽ പല ടൈപ്പ് പീലുകൾ അവൈലബിൾ ആണ്. ബ്ലാക്ക് പീൽ അവൈലബിൾ ആണ്, ഗ്ലൈക്കോലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, അങ്ങനെ പല ടൈപ്പ് പീലുകൾ അവൈലബിൾ ആണ്. ഞാൻ പറയട്ടെ ഗൈസ്, ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്രാൻഡ് ഓർഡിനറി എന്ന് പറഞ്ഞ ബ്രാൻഡ്, പിലിഗ്രിം, ഡെർമാക്കോ, ഇപ്പം എന്താ കോസാറക്സ്. എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആണ് കോസാറക്സ്. കാരണം ഞാൻ കുറേ നാൾ പീലൊന്നും യൂസ് ചെയ്യാതിരുന്നിട്ട് ഞാൻ കുറേ മാസം കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കോസാറക്സിൻ്റെ പീല്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ക്ലോഗ്ഡ് പോഴ്സ് വരെ പുറത്തിങ്ങനെ തള്ളി വരും. അപ്പം നമുക്ക് അതങ്ങ് വന്ന് കരിഞ്ഞു പോകും. സോ അതിങ്ങനെ വലിച്ചെടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പീൽസുകൾ നിങ്ങൾക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ക്ലോഗ്ഡ് പോഴ്സൊക്കെ വരുന്നതാണ്. എനിക്ക് ഈ പീരിയഡ്സിൻ്റെ 1 വീക്ക്, എനിക്കിപ്പം 15-ാം തീയതിയാണ് പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്നുണ്ടെങ്കിൽ ഒരു 10, 12, 13, 14, ഈ 15 ഈ ഒരു ടൈമിൽ എൻ്റെ ഫേസിൽ എവിടെയെങ്കിലും ഒരു ക്ലോഗ്ഡ് പോഴ്സ് കാണും. ആ പോഴ്സ് പെട്ടെന്ന് ഒരു ദിവസം ആക്നായിട്ട് മാറും. എനിക്ക് അറിഞ്ഞുകൂടാ, പിറ്റേ ദിവസമായിരിക്കും. എക്സാമ്പിളാണ് എൻ്റെ എൻഗേജ്മെൻറ്റിന് എനിക്കിവിടെ ഉണ്ടായിരുന്ന ഒരു ദുമക്ക് കുരു ഇല്ലേ ഗൈസ്, ആ ഒരു സാധനം നിങ്ങളുടെ ഫേസിലുണ്ടാവും. സോ അതുകൊണ്ട് ലൈക്ക് ഒരു പീലിട്ട് പക്ഷെ അന്ന് ഞാൻ ആലോചിച്ചില്ല, ഞാൻ മന്ദബുദ്ധിയായിരുന്നു കേട്ടോ ആ സമയത്ത്. എൻ്റെ കയ്യിൽ സാലിസിലിക് ആസിഡ് ഇരിക്കണം, അതിരിക്കണം, ഇതിരിക്കണം, ഞാൻ ഒന്നും ഇട്ടില്ല. ഞാൻ എന്തൊക്കെയോ തിരക്കിൽ വേറെ എന്തൊക്കെയോ ആലോചനകളിലായിരുന്നു. സോ ആ ക്ലോഗ്ഡ് പോഴ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പീലൊന്ന് ബഡ്സിൽ തൊട്ട് കൊടുത്തിരുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കുരു എനിക്ക് വരില്ലായിരുന്നു. പക്ഷെ ഒക്കെ കുഴപ്പമില്ല, പറയാൻ എനിക്കൊരു ഇതായി. അന്ന് എനിക്കൊരു ആക്നെ ഉണ്ടായിരുന്നു. ആ ഒരു ആക്നെ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ആക്നെയാണ് എന്നൊക്കെ പറയാം. ഓക്കെ, എന്നൊക്കെ മാത്രം പറയാം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുക. കെമിക്കൽ പീല് സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കെമിക്കൽ പീലിങ്ങിൻ്റെ. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പം അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ ചില ആൾക്കാർ ഒരു ദിവസം പീൽ ചെയ്തു, മൂന്നാം ദിവസം കഴിയുമ്പോൾ നല്ല റിസൾട്ട്, ഗ്ലോ ഉണ്ട്, ബ്രൈറ്റനിങ് ആണ്, വാവ്. അത് കഴിഞ്ഞ് വീണ്ടും 4 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ പീലിട്ട് സ്കിന്നിൻ്റെ ബാരിയർ നശിപ്പിക്കരുത്. സോ മാസത്തിൽ 2 തവണ 15 ദിവസത്തെയോ 20 ദിവസത്തെയോ ഗ്യാപ്പ് എടുത്തിട്ട്
പീൽ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു തവണ 1-ാം തീയതി പീൽ ചെയ്താൽ അടുത്ത മാസം 1-ാം തീയതി പീൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത അത് മതി. അങ്ങനെ ഫോളോ ചെയ്യുക. ഓവറായിട്ടുള്ള കൊഴുപ്പും സ്കിന്ന് ഭയങ്കരമായിട്ട് നശിപ്പിക്കും. നെക്സ്റ്റ്, ഓഫ് കോഴ്സ് എനിക്കറിയാം ബ്രൈഡ്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ മെയിനായിട്ട് അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത്. എനിക്കും ഡാർക്ക് സർക്കിൾസ് നിങ്ങളിപ്പം കാണുന്നില്ലേ, ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഡാർക്ക് സർക്കിൾസ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ഒരു മനുഷ്യന് ഇവിടെ എവിടെയൊക്കെ ഒരു ചെറിയ കളർ ഡിഫറൻസ് ഉണ്ട്, അത് മനുഷ്യർക്ക് ഉണ്ടാവുന്നതാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നല്ല പ്രൊമിനൻ്റ് ആയിട്ട് അറിയായിരുന്നു. കാരണം എൻ്റെ ഉറക്കം ഒട്ടും ഓക്കെ ഇല്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബായിരുന്നു ഉറങ്ങുമ്പോൾ. ഞാനൊരു 10 മണിയാകുമ്പോൾ കയറി കിടന്നാലും ഞാനൊരു 1-2 മണിയാകുമ്പോൾ ഞാനിങ്ങനെ എണീക്കും. ഞാൻ ഇങ്ങനെ എണീക്കുന്നത് വെച്ചാൽ എന്നാരും ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കണം എന്ന് വിചാരിച്ച് ഞാൻ എണീക്കും. ഞാൻ എണീച്ച് കുറേ കഴിഞ്ഞ് പിന്നെ വീണ്ടും ഉറങ്ങുള്ളൂ. പിന്നെ ഞാൻ 7 മണിയോ 6-7 മണിയോ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ലൈഫിൽ. പക്ഷെ ഞാൻ പിന്നെ അത് ലൈക്ക് ആ ഒരു മറ്റേ ആ ഒരു ലൈനിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ ഡാർക്ക് സർക്കിൾസ് മാറാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഞാൻ കൊടുത്തേക്കാം. മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളൊരു കാര്യം വെച്ചാൽ ക്രീം തേച്ചിട്ട് കാര്യമില്ല. ക്രീമിന് ഒരു 50-60% ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 40% ബാക്കി നമ്മൾ വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് ഉറങ്ങുക, നല്ലപോലെ വെള്ളം കുടിക്കുക എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളിനി എന്തും ആയിക്കോട്ടെ, വലിയ കൂടിയ ക്രീം, വലിയ ഹയർലോണിക് ആസിഡ് 6000 രൂപ വരെ 7000 രൂപ വരെ ഹയർലോണിക് ആസിഡ്, 12000 രൂപ വരെ ക്രീം, 20000 രൂപ വരെ അങ്ങനെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ എത്രയെന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ അന്നത്തെ ഇല്ലേ നിങ്ങൾക്കൊരു ഇന്നർ ഗ്ലോ അല്ലെങ്കിൽ സ്കിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. അതിൻ്റെ തലേദിവസമോ തലയ്ക്കും തലേദിവസമോ കുടിച്ചിട്ട് കാര്യമില്ല. കുറച്ച് അടുപ്പിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. വെള്ളം കുടിച്ച് ഡയറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡിഫറൻസ് ഗൈസ്, എൻ്റെ ലൈഫിൽ ഞാനിനി എത്ര കോസ്മെറ്റിക് വലിയ ക്രീം യൂസ് ചെയ്താലും കിട്ടൂല. ബിക്കോസ് അത് തരുന്ന ഒരു ഗ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഹൈലൈറ്റർ ഇട്ട് തുടച്ച് കഴിയുമ്പോൾ ഹൈലൈറ്റർ അങ്ങ് മാറും, പക്ഷെ നമുക്ക് കിട്ടുന്ന ഗ്ലോ അതേപോലെ അവിടെ തന്നെ കാണും. മറ്റേത് പുറമേയുള്ള ക്രീം അങ്ങ് പോവും, ഉള്ളിൽ നിന്ന് കിട്ടണത് അത് അവിടെ തന്നെ കാണും. ഇനി എത്ര വിയർപ്പ് തുടച്ചാലും എത്രയൊക്കെ ബഹളം വെച്ചാലും. സോ ഇത് യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, ഇത് നിങ്ങൾ നിങ്ങളുടെ ബ്രൈഡ് ലൈഫിലോട്ട് അല്ലെങ്കിൽ ഒരു ബ്രൈഡൽ സംഭവത്തിലോട്ട് എത്തുമ്പോൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, നിങ്ങളുടെ കല്യാണത്തിന് 1 മാസമെങ്കിലും നിങ്ങൾ പുതിയ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യാൻ നോക്കാതിരിക്കുക. ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. കാരണം പുതിയ പ്രോഡക്ട്സുകൾ മേ ബി നമുക്ക് പേർജിങ് ഉണ്ടാകാം, ലൈക്ക് ആക്നേസ് ഉണ്ടാക്കാം, അതൊക്കെ പോകാൻ കുറച്ച് മേ ബി നല്ല ടൈം എടുക്കും. സോ ന്യൂ പ്രോഡക്ട്സുകൾ കഴിവതും ഒഴിവാക്കുക, യൂസ് ചെയ്യാതിരിക്കുക. ആൻഡ് നെക്സ്റ്റ് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ മാക്സിമം ഒഴിവാക്കുക. മാക്സിമം ഒഴിവാക്കുക എക്സ്ഫോളിയേറ്റിംഗ് പ്രോഡക്ട്സുകൾ. കാരണം മേക്കപ്പ് ലാസ്റ്റ് ചെയ്യത്തില്ല. മൈക്രോ എക്സ്ഫോളിയേഷൻ നടക്കും. ആക്റ്റീവ്സുകൾ, റെറ്റിനോൾ, നയാസിനമൈഡ്, സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, ഇങ്ങനെ കുറേ ലൈക്ക് ആക്റ്റീവ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ചല്ല എന്നാലും ഓരോ ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് മൈക്രോ എക്സ്ഫോളിയേഷൻ ഉണ്ടാകും. ചെറുതായിട്ട് മാത്രം സ്കിന്ന് പീലാം, പക്ഷെ നമുക്ക് അറിയാനേ പറ്റില്ല. ഇങ്ങനെ പീലല്ല, ചെറുതായിട്ട്. അപ്പോൾ എത്തിക്കെന്ന് വെച്ചാൽ മേക്കപ്പ് സ്റ്റേ ആവില്ല, പേച്ചായിട്ട് ഇളകി പോവും. ആ ഒരു പോർഷനിൽ മേക്കപ്പ് നിൽക്കാതെ ഓൾറെഡി പീൽഡ് സ്കിന്നാണ്, അതിൻ്റെ മണ്ടിലിടുമ്പോൾ അതങ്ങ് ഇളകി പോകും, നമുക്ക് അറിയാൻ പറ്റൂല എന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. മാരേജിന് 1 മന്തെങ്കിലും നിങ്ങളത് മെയിലാണ് കല്യാണം, നിങ്ങൾ April 1 ചെയ്യാതിരിക്കുക. ഓഫ് കോഴ്സ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കെമിക്കൽ പീൽ ഇടുക, മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. ഇതിൽ ഒന്നും വേണ്ട. നിങ്ങൾ അല്ലാതെ ഒരുപാട് ആക്റ്റീവ്സുകൾ യൂസ് ചെയ്യാൻ നിൽക്കരുത്. ഇൻ കേസ് നിങ്ങൾക്ക് വൈറ്റമിൻ സി, നയാസിനമൈഡ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം യൂസ് ചെയ്തോ. അതായത് വെഡ്ഡിങ്ങിന് 1 മാസം മുന്നേ. ഇപ്പം May 5 നിങ്ങളെ കല്യാണം എന്ന് വിചാരിച്ചോ, എങ്കിൽ April നിങ്ങൾ ഒന്നും ചെയ്യരുത്, ബാക്കിയുള്ള മാസങ്ങളിൽ ചെയ്യുക. പിന്നെ ദയവേത് വെയിൽ കൊള്ളാതിരിക്കാൻ നോക്കുക, ലൈക്ക് നല്ല ഫുഡ് കഴിക്കുക, നല്ല രീതിക്ക് സപ്ലിമെൻറ്റ്സ്, ആവശ്യമുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക. വാട്ടെവർ കൊലാജിൻ ഓർ നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് നല്ല സപ്ലിമെൻറ്റ്, ഓൾറെഡി ഞാൻ എടുക്കുന്ന സപ്ലിമെൻറ്റ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എടുക്കാം. സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഒരു പ്രീ ബ്രൈഡൽ റുട്ടീനിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓർമ്മിപ്പിക്കുക. ഞാൻ വോയിസ് മെസ്സേജിൽ റിപ്ലൈ തരാം. കാരണം ഇപ്പം യൂട്യൂബിൽ നമുക്ക് വോയിസ് മെസ്സേജിൽ റിപ്ലൈ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന്, എൻ്റെ ഇതിൽ നിന്ന്, ഞാൻ പഠിച്ചതിൽ നിന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഓഫ് കോഴ്സ് ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും, നല്ല റിസൾട്ട് കിട്ടും. ബ്രൈഡൽ ഡേയുടെ നമുക്ക് തിളങ്ങാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടാൽ ബൈ.